നമസ്കാരം. ഇന്ന് ലക്ഷ്മണനെ കുറിച്ചാണ് പറയുന്നത്. ലക്ഷ്മണൻ ശ്രീരാമന്റെ ഇളയ സഹോദരനും രാമായണത്തിലെ ഏറ്റവും മഹത്തായ കഥാപാത്രങ്ങളിൽ ഒരാളുമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം സഹോദര സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ധർമ്മനിഷ്ഠയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ദശരഥ മഹാരാജാവിനും സുമിത്രാദേവിക്കുമാണ് അദ്ദേഹം ജനിച്ചത്. ശത്രുഘ്നൻ അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരനാണ്. ലക്ഷ്മണൻ ആദിശേഷന്റെ അവതാരമാണെന്ന് ഹിന്ദു പാരമ്പര്യം വിശ്വസിക്കുന്നു. ചെറുപ്പം മുതൽ ലക്ഷ്മണന് ശ്രീരാമനോട് അതിയായ സ്നേഹവും ഭക്തിയും ഉണ്ടായിരുന്നു. രാമനെ വിട്ട് ഒരു നിമിഷം പോലും കഴിയാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. രാമൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മണനും ഉണ്ടായിരുന്നു. മിഥിലയിലെ സ്വയംവരത്തിൽ ശ്രീരാമൻ സീതാദേവിയെ വിവാഹം കഴിച്ചു. അതേ ദിവസം ലക്ഷ്മണൻ ജനക മഹാരാജാവിന്റെ മകളായ ഊർമിളയെ വിവാഹം ചെയ്തു. കൈകേയിയുടെ വരം കാരണം ശ്രീരാമന് 14 വർഷം വനവാസം ലഭിച്ചപ്പോൾ ലക്ഷ്മണൻ യാതൊരു മടിയും കൂടാതെ സഹോദരനോടൊപ്പം പോകാൻ തീരുമാനിച്ചു. ഊർമിളയെ അയോധ്യയിൽ വിട്ട് അദ്ദേഹം രാമനെയും സീതാദേവിയെയും അനുഗമിച്ചു. വനവാസകാലത്ത് ലക്ഷ്മണൻ കുടിൽ നിർമ്മിക്കുകയും കാവൽ നിൽക്കുകയും എല്ലാ സേവനങ്ങൾ ചെയ്യുകയും ചെയ്തു. തന്റെ ഉറക്കം പോലും ഉപേക്ഷിച്ച് രാമനെയും സീതയെയും സംരക്ഷിച്ചുവെന്നാണ് പരമ്പരാഗത വിശ്വാസം. പഞ്ചവടിയിൽ രാക്ഷസിയായ ശൂർപ്പണഖ ശ്രീരാമനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. രാമൻ നിരസിച്ചപ്പോൾ അവൾ സീതയെ ആക്രമിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ലക്ഷ്മണൻ അത് തടഞ്ഞു. ഈ സംഭവമാണ് പിന്നീട് രാവണന്റെ പ്രതികാരത്തിന് കാരണമായത്. രാവണൻ സീതയെ അപഹരിക്കുന്നതിന് മുമ്പ് സീതയുടെ സുരക്ഷയ്ക്കായി ലക്ഷ്മണൻ ഒരു സംരക്ഷണ രേഖ വരച്ചു എന്നാണ് ജനപ്രിയ കഥകളിൽ പറയുന്നത്. ഈ രേഖ ലക്ഷ്മണരേഖ എന്ന പേരിൽ പ്രശസ്തമാണ്. എന്നാൽ ഈ സംഭവം വാൽമീകി രാമായണത്തിൽ മൂലകഥയിലില്ല. പിന്നീട് വന്ന ചില രാമായണ പതിപ്പുകളിലാണ് ഇത് കാണപ്പെടുന്നത്. ലങ്കായുദ്ധം. സീതയെ രക്ഷിക്കാൻ രാമനോടൊപ്പം ലക്ഷ്മണൻ ലങ്കയിലെത്തി. യുദ്ധത്തിൽ അതിശക്തനായ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിച്ചു. എന്നാൽ അതിനു മുൻപ് ഇന്ദ്രജിത്തിന്റെ ശക്തിയേറിയ അസ്ത്രമേറ്റ് ലക്ഷ്മണന് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ ലക്ഷ്മണന് ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് സഞ്ജീവനി ഔഷധമുള്ള മല കൊണ്ടുവന്നു. ആ ഔഷധം കൊണ്ട് ലക്ഷ്മണൻ വീണ്ടും ജീവൻ വീണ്ടെടുത്തു. അയോധ്യയിലേക്കുള്ള മടങ്ങിവരവ്. 14 വർഷത്തെ വനവാസവും രാവണവധവും കഴിഞ്ഞ് ശ്രീരാമനും സീതയും ലക്ഷ്മണനും അയോധ്യയിലേക്ക് മടങ്ങി. ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിൽ ലക്ഷ്മണൻ പ്രധാന പങ്കുവഹിച്ചു. പിന്നീട് രാജ്യകാര്യങ്ങളിലും സഹോദരനെ സഹായിച്ചു. പിന്നീട് ഒരു ദൈവിക വാഗ്ദാനം പാലിക്കുന്നതിനായി ലക്ഷ്മണൻ തന്റെ ജീവൻ ത്യജിച്ചു. തുടർന്ന് അദ്ദേഹം തന്റെ യഥാർത്ഥ ദിവ്യസ്വരൂപമായ ആദിശേഷനിൽ ലയിച്ചുവെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. സ്നേഹവും വിശ്വസ്തതയും ധർമ്മനിഷ്ഠയും ഒരാളുടെ ജീവിതത്തെ മഹത്തരമാക്കുന്നു എന്നതാണ് ലക്ഷ്മണന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.